നമസ്കാരം. മാർക്കറ്റ് അവറിന് ശേഷം ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അപ്ഡേറ്റുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് ടി വി എസ് മോട്ടോർ കഴിഞ്ഞ ദിവസം 0.68% ഇടിഞ്ഞ് 2012 അടുത്ത് ക്ലോസിംഗ് നൽകി. ടി വി എസ് മോട്ടോറിൻ്റെ ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത്. ഡിസംബർ മാസത്തെ സെയിൽസിൽ കമ്പനി 25% വളർച്ച രേഖപ്പെടുത്തി. 2022 ഡിസംബർ മാസത്തിൽ ടി വി എസ് മോട്ടോർ 2,42,012 യൂണിറ്റ് വെഹിക്കിളുകളായിരുന്നു സെയിൽ ചെയ്തത്. അത് 2023 ഡിസംബർ മാസമായപ്പോൾ 3,01,898 യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ടു വീലർ സെയിൽസിൽ 27% വളർച്ച കമ്പനി ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചു. 2,27,666 യൂണിറ്റിൽ നിന്നും 2,09,64 യൂണിറ്റിലേക്കുള്ള വളർച്ചയാണ് ടു വീലർ സെയിൽസിൽ കമ്പനി കൈവരിച്ചത്. ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസിൽ 33% വളർച്ച കമ്പനി കൈവരിച്ചു. 1,61,369 യൂണിറ്റിൽ നിന്നും 2,14,988 യൂണിറ്റിലേക്കുള്ള വളർച്ചയാണ് ഡൊമസ്റ്റിക് ടു വീലർ സെയിൽസിൽ കമ്പനി കൈവരിച്ചത്. ഇതിൽ തന്നെ മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ 19% വളർച്ചയും സ്കൂട്ടർ സെഗ്മെൻറ്റിൽ 34% വളർച്ചയും കൈവരിച്ചു. സ്കൂട്ടർ സെയിൽസ് 76,766 യൂണിറ്റിൽ നിന്നും 1,03,167 യൂണിറ്റിലേക്ക് ഉയർന്നു. മോട്ടോർ സൈക്കിൾ സെയിൽസ് 1,24,705 യൂണിറ്റിൽ നിന്നും 1,48,049 യൂണിറ്റിലേക്ക് ഉയർന്നു. എന്നാൽ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി അത്ര മികച്ച വളർച്ച നേടിയില്ല. കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറായ ഐക്യൂബ് എന്ന ഇലക്ട്രിക് സ്കൂട്ടർ 2022 ഡിസംബർ മാസത്തിൽ 11,071 യൂണിറ്റുകളായിരുന്നു സെൽ ചെയ്തത്. അത് ഇപ്പോൾ 2023 ഡിസംബർ മാസത്തിൽ 11,232 യൂണിറ്റായി ഉയർന്നു. വളരെ ചെറിയ ഒരു നേരിയ വർധനവ് മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം കമ്പനിയുടെ ടോട്ടൽ എക്സ്പോർട്ടിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. 79,402 യൂണിറ്റിൽ നിന്നും ടോട്ടൽ എക്സ്പോർട്ട് 85,391 യൂണിറ്റായി ഉയർന്നു. ടി വി എസ് മോട്ടോറിനെ സംബന്ധിച്ചിടത്തോളം 2050 ഒരു റെസിസ്റ്റൻസ് ആണ്. പോസിറ്റീവ് സെയിൽസ് ഗ്രോത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 2050 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഏഷ്യർ മോട്ടോർ. കഴിഞ്ഞ ദിവസം ഏഷ്യർ മോട്ടോർ 2.62% ഇടിഞ്ഞിരുന്നു. സ്റ്റോക്ക് 4,035 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഏഷ്യർ മോട്ടോർ അതിൻ്റെ റെസിസ്റ്റൻസ് സോണിൽ ട്രേഡ് ചെയ്യുകയും സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 4,200 GST കമ്മീഷണറുടെ സൈഡിൽ നിന്നും 130 കോടി രൂപയുടെ GST ഡിമാൻഡ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഏഷ്യർ മോട്ടോർ ഇടിഞ്ഞത്. കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനി ഈ എമൗണ്ട് ഇപ്പോൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഇതിനെതിരെ അപ്പീൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ഏകദേശം 11.8 കോടി രൂപയുടെ പെനാൽറ്റി ഉൾപ്പെടെ 129.79 കോടി രൂപയാണ് കമ്പനിക്ക് GST ഇനത്തിൽ പേ ചെയ്യേണ്ടതായി വരുന്നത്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെയും ഡിസംബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. ഈ സെയിൽസ് റിപ്പോർട്ടിൽ മോട്ടോർ സൈക്കിൾസിൻ്റെ സെയിൽസ് 7% ഇടിഞ്ഞു. ഏഷ്യർ മോട്ടോറിൽ നിന്നും 68,667 യൂണിറ്റ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ സെയിൽസാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പക്ഷേ 63,387 യൂണിറ്റിൻ്റെ സെയിൽസാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ചിലപ്പോൾ ഏഷ്യർ മോട്ടോർ എന്ന സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്ക് ആൾറെഡി അതിൻ്റെ റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 3,750, 3,500 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ട് ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. ഡിസംബർ മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കാണുന്നത്. ഒട്ടുമിക്ക കമ്പനികളുടെയും സെയിൽസ് വോളിയത്തിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ചില കമ്പനികൾ നേരിയ അല്ലെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. 4 വീലർ സെഗ്മെൻറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെയും സെയിൽസ് ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചപ്പോൾ മാരുതി സുസുക്കിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ ഇടിയുകയാണ് ചെയ്തത്. 2022 ഡിസംബർ മാസത്തിൽ ഏകദേശം 1,39,347 യൂണിറ്റ് വെഹിക്കിളുകളായിരുന്നു മാരുതി സുസുക്കി സെൽ ചെയ്തത്. അത് 2023 ഡിസംബർ ആയപ്പോൾ 1,37,551 യൂണിറ്റായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ മിഡ് സൈസ് കോമ്പാക്റ്റ് കാറുകളുടെ സെയിൽസിലുണ്ടായ ഇടിവിൻ്റെ പശ്ചാത്തലത്തിലാണ് മാരുതി സുസുക്കിയുടെ ഓവറോൾ വോളിയത്തിൽ ഇടിവ് വന്നിരിക്കുന്നത്. എന്നാൽ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ സെയിൽസ് 74,386 യൂണിറ്റിൽ നിന്നും 77,885 യൂണിറ്റിലേക്ക് ഉയർന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓട്ടോ സെയിൽസ് 6% വർദ്ധിച്ച് 60,188 യൂണിറ്റായി ഉയരുകയും ചെയ്തു.
ബജാജ് ഓട്ടോയുടെ സെയിൽസ് 2,81,514 യൂണിറ്റിൽ നിന്നും 3,26,806 യൂണിറ്റിലേക്ക് ഉയർന്നു. ബജാജ് ഓട്ടോയും മികച്ച ഒരു സെയിൽസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. TVS മോട്ടോറിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. 25% വളർച്ച സെയിൽസിൽ നേടിയെടുത്തു. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ 7% ഇടിവാണ് വന്നത്. ഈ ന്യൂസിന് മുകളിൽ ഉള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് ഓവറോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലെ ഇന്നത്തെ ദിവസവും ഓട്ടോമൊബൈൽ സെക്ടറിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റ് ചില പ്രധാന അപ്ഡേറ്റുകൾ വന്ന സ്റ്റോക്കിലേക്ക് കടക്കാം. ഏഷ്യൻ പെയിൻറ്റിൽ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 48,652 യൂണിറ്റ് ഇക്വിറ്റി ഷെയർ കൂടി അക്വയർ ചെയ്ത് LIC ഏഷ്യൻ പെയിൻറ്റിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.995% നിന്നും 5% ഉയർത്തിയിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് രാജസ്ഥാൻ പവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം ബിൽഡപ്പ് ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാവുന്നതാണ്. റിന്യൂവബിൾ എനർജിയിൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ബിൽഡപ്പ് ചെയ്യുന്നതിന് GR ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് 41 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് മധ്യപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് GR ഇൻഫ്രാ പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്